ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഷങ്സുവിൻ്റെ ഫ്രണ്ടിനെയാണ്. അവൻ്റെ അമ്മയും അവനും കൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഷങ്സും ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടി അവനെ കാണാൻ വരിക. ആക്സിഡൻറ്റ് പറ്റിയവൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ട് ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അവൻ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പിന്നീട് അവൻ്റെ അമ്മ ഷങ്സുവിൻ്റെ അടുത്ത് നന്ദി പറയുക, അവരുടെ മകനെ കെയർ ചെയ്തതിനൊക്കെ. പിന്നെ ലിനിനെ കുറിച്ചും അവർ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ അവൻ്റെ സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവർ ഇപ്പം എന്നാ നിനക്ക് എങ്ങനെയുണ്ട്, നിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു ആക്സിഡൻറ്റ് പറ്റിയ ആളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൻ പറയും എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാന്ന്. ഷങ്സു അപ്പോൾ ഒന്നുകൂടി അവൻ്റെ അടുത്ത് പോയി ചോദിക്കും എനിക്ക് ഒന്നും ഓർമ്മയില്ലെന്ന്. അപ്പോൾ അവന് സ്കേറ്റിങ്ങിന് പോയത് തൊട്ടുള്ള കാര്യങ്ങളാണ് ഓർമ്മയില്ലാത്തതെന്ന് പറയും. ഇത് അവൻ്റെ അടുത്ത് ക്രഷുള്ള ലേഡിയും ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നീട് നീയും ലിന്നും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരിക്കും. ആ സമയത്താണ് നീക്കൊരു കോള് വരിക. അത് നീയുടെ അമ്മയായിരിക്കും. അവൾ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ നീ എവിടെ, ലിന്നിൻ്റെ കൂടെ ആയിരിക്കില്ലേ, നീ നല്ല സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ അമ്മ പറയും. അപ്പോൾ അവൾ പറയും ഞാനും ലിന്നും ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന്. നിൻ്റെ സംസാരം കേട്ടിട്ട് നീ ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് പറയണമെന്ന് തോന്നുന്നില്ലോ എന്ന് അവളുടെ അമ്മയും അവളുടെ അടുത്ത് പറയും. അപ്പോൾ അവൾ അതേന്ന് പറഞ്ഞ് പിന്നീട് ഫോൺ വയ്ക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. അവരവിടെ കാറൊക്കെ നിർത്തി ഇറങ്ങുന്ന സമയത്ത് ലിൻ എനിക്കൊരാളെ കോൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് വേഗം കോൾ ചെയ്യും. വേറെ ആർക്കും ആവില്ല, അതവൻ്റെ ആ ഡോക്ടർ ഫ്രണ്ടിനായിരിക്കും. അവനെ വിളിച്ച് ഞാനിവിടെ ഊശിയിലെത്തിയിട്ടുണ്ട്, നീ ഇവിടേക്ക് വരണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഫുഡ് മേടിച്ച് തരാമെന്ന് പറയും. പിന്നെ ഫുഡിൻ്റെ പൈസ ഞാനല്ല എടുക്കണത്, നീ എടുക്കണത്, നീ വരുന്നുണ്ടെങ്കിൽ വായോ എന്ന് പറയും. അപ്പോൾ നീ ഞാനോ എപ്പോന്ന് ലിനിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ എന്തോ തട്ടിപ്പുണ്ട്, നേരവണ്ണം ഒരു ഫുഡ് പോലും മേടിച്ച് തരാത്തവനാണെന്ന് പറയും. ആ സമയത്ത് നീ ഒരു ഐസ്ക്രീം കട കണ്ട് വേഗം അവിടേക്ക് ഓടുമ്പോൾ ഒരു ലേഡീനെ തട്ടി വീഴാൻ പോവും. ലിൻ അപ്പോൾ അവളുടെ കൈ പിടിച്ച് അവളെ നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ച് അവളെയും കൂട്ടി അവിടെ നിന്ന് പോവും. നീ അപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. എന്നിട്ട് ഫോൺ നേരെ ലിൻ നീക്കി കൊടുക്കും. അപ്പോൾ ഫ്രണ്ട് അവളെ അടുത്ത് ചോദിക്കും അവൻ പറയണതൊക്കെ സത്യമാണോ, നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ. അപ്പോൾ നീയും നിങ്ങളല്ലേ കുറേ നാൾ മുന്നേ എൻ്റെ അടുത്ത് ലിന്നിനെ നേരെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അത് കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറയും. അത് ഞാൻ അന്ന് വെറുതെ പറഞ്ഞത്, അവനൊരു പിശുക്കനാന്നൊക്കെ അയാൾ ആ സമയത്ത് ഫോണിൽ പറയുണ്ടാവും. അപ്പോൾ നീ ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് ലിന്നിൻ്റെ കയ്യിൽ കൊടുത്തിട്ടായിരിക്കും പോയിണ്ടാവുക. പിന്നീട് ലിൻ എന്താടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയണം അവർ ഫോൺ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരൊരു കട കയറി ഒരുപാട് ഐസ്ക്രീമൊക്കെ മേടിക്കും. നീ അപ്പോൾ ഞാൻ എൻ്റെ അമ്മടുത്ത് പറഞ്ഞു, നീ എപ്പോഴാണ് നിൻ്റെ അമ്മടുത്ത് പറയാമെന്ന് ചോദിക്കും. ലിൻ അപ്പോൾ അവളടുത്ത് അതിപ്പോൾ തന്നെ പറയണമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ആകെ വിഷമാവും. നീ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പം എൻ്റെ അമ്മ സ്വിറ്റ്സർലാൻഡില്ല, ഇപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ടാവുള്ളൂ, അവരൊക്കെ കിടന്നുറങ്ങായിരിക്കും, ഇപ്പോൾ വിളിച്ചാൽ അത് മോശമാവില്ല, അത് കാരണം കൊണ്ടാണ് പിന്നെ പറയാമെന്ന് പറഞ്ഞതെന്ന് ലിൻ അവളടുത്ത് പറയും. പിന്നീട് അവർ ഒരു ബ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നീ ഒരു ഐസ്ക്രീം പകുതി കഴിച്ചിട്ട് ലിന്നിൻ്റെ കൈ കൊടുക്കും. ലിൻ അത് കഴിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അവനും ആ ഐസ്ക്രീം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ ഒന്നും കൂടി ഹാപ്പി ആവും. പിന്നീട് അവൾ ജിയാങ്ങിന് മെസ്സേജ് അയക്കും, ഞാനിപ്പോൾ ഉള്ളത് ഒരു റിയലിസ്റ്റിക് സ്ഥലത്ത് ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ മെസ്സേജ് ലിന്നിനും കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്താ റിയലിസ്റ്റിക് സ്ഥലം എന്ന് അവൻ ചോദിക്കുമ്പോൾ മുന്നേ നീയും ജിയാങ്ങും കൂടിയിട്ട് ട്രിപ്പ് പോയപ്പോൾ അവൾക്ക് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ജിയാങ് പറയും നിൻ്റെ കൂടെ വേറെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നിനക്ക് ആ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു, നീ സിംഗിളായതുകൊണ്ട് നിനക്കിതൊന്നും ഇഷ്ടപ്പെടാത്തതെന്ന്. നിൻ്റെ കൂടെ ഡേറ്റിനൊക്കെ വരാനുള്ള തലവരുള്ളത് ആ ലിന്നിനാണെന്ന് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അത് ലിൻ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും. പിന്നീട് ലിന്നിന് ഇറങ്ങാനുള്ള സ്ഥലത്തും പക്ഷെ അവൻ ഇറങ്ങി പോകണ്ടാവില്ല. അപ്പോൾ നീ എന്താ ഇറങ്ങാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ലിൻ പറയും തലയിലെഴുത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ നിൻ്റെ പേര് എൻ്റെ കയ്യിൽ എഴുതുന്നു. അപ്പോൾ അവളും അവൻ്റെ കൈ പിടിച്ചിട്ട് അവളുടെ പേരെഴുതിക്കൊണ്ടിരിക്കും. പേരെഴുതിയിട്ട് അവർ നല്ല ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. രണ്ടുപേരും ഒരു കിസ് ചെയ്യേണ്ട രീതിയിൽ അടുത്ത് വരെങ്കിൽ രണ്ടുപേരും പിന്നിലേക്ക് മാറും. ലിൻ മെല്ലെ കൈ മടക്കിയിട്ട് എന്നാൽ ഞാൻ പോവാണെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോവും. നീക്കാണെങ്കിൽ സന്തോഷം ഉണ്ടാവും, നാണം ഉണ്ടാവും. പിന്നീട് നീ വീട്ടിലെത്തും. അപ്പോൾ അമ്മ വലിയ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ ആണെന്ന് പറയും. അപ്പോൾ അമ്മ എല്ലാവർക്കും റിലേഷൻഷിപ്പിൽ വലിയ സന്തോഷം ഉണ്ടാവണമെന്നൊന്നുമില്ല, നിനക്ക് സന്തോഷം ഉണ്ടോയെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ നിനക്ക് എല്ലാ രീതിയിലുള്ള ഭാഗ്യം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവളുടെ അമ്മ പറയും. പിന്നീട് രാത്രി 7 ഉണ്ടാവും. നീ ലിനിന് മെസ്സേജ് അയക്കും. അവൾ നാളെ ഒരു പ്രൊഫസറുടെ ക്ലാസ് കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ലിനിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെ വരണമെന്ന് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. പിന്നെ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക അവൾക്ക് ലിനിനെ കാണാൻ തോന്നണമെന്നായിരിക്കും. അവനെ വിട്ടിട്ട് വന്നതിന് ശേഷം അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും. അപ്പോൾ ലിൻ അവൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കും, അതിനെന്താ നമ്മൾ രണ്ടുപേരും ഇനി എപ്പോഴും ഒപ്പം തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ അടുത്ത ദിവസമാവും. രാവിലെ തന്നെ നീ പൂര ചിരിയായിരിക്കും, കാരണം ലിൻ കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെ വരണത് കണ്ടിട്ട്.
ലിൻ അപ്പോൾ നീ കുറേ നേരമായല്ലോ ചിരിക്കണു, എന്നെ കണ്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ നീ അല്ലാതെ ഈ ഏത് കോളേജ് സ്റ്റുഡൻ്റ് ഇങ്ങനെ വരികയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ അവർ സെമിനാറിന് കയറി നോക്കുമ്പോൾ അവിടെ സീറ്റ് മൊത്തം ഫുള്ളായിരിക്കും. അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. ഇനി എന്താ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആണ് ലിൻ അവൻ്റെ കോട്ട് ഊരിയിട്ട് നിലത്ത് വിരിക്കുക. അപ്പോൾ നീയും എന്നാൽ എൻ്റെ കോട്ട് വിരിച്ച് നീ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കോട്ട് ഊരിയിട്ട് അവനും വെച്ച് കൊടുക്കും. പക്ഷേ അവൻ അത് മടിയിൽ വെച്ചിട്ട് രണ്ടുപേരും ഒരു കോട്ടിലാണ് ഇരിക്കുക. അപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേർക്ക് അല്ലെങ്കിൽ ക്ലോസ് ആയിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അവൻ പറയും. എന്നിട്ട് അവർ സെമിനാറൊക്കെ കഴിഞ്ഞ് പുറത്ത് വരും. അപ്പോൾ നീ ലിനിൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ പിന്നാലെ ഒരുപാട് പെൺകുട്ടികൾ പണ്ട് ചുറ്റി നടന്നിട്ടുണ്ടെന്ന് നിൻ്റെ ഫ്രണ്ട് പറഞ്ഞാലോ, നമുക്ക് ആ ക്യാൻറ്റീനിലൊന്ന് പോയി നോക്കാം, എന്നിട്ട് എത്ര പെൺകുട്ടികൾ ഇപ്പോഴും പിന്നാലെ വരുന്നുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പിന്നാലെ ഉണ്ടാവും. ഇത് പുതിയ സ്റ്റുഡൻ്റ് ആണോ അതോ പ്രൊഫസറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ അപ്പോൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് രണ്ടുപേരും കൂടി ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് അടുത്ത ദിവസം ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ നീയുടെ ഫ്രണ്ട് അവൾക്ക് ലിൻ ഒരു ഗിഫ്റ്റ് കൊടുത്ത് നോക്കിയിട്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ എന്തൊക്കെ നടക്കുന്നത്, ലിൻ ഓഫീസിലെ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും എന്താ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പം നീ ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ രണ്ടുപേരും വീട്ടിലും പറഞ്ഞു എന്ന് പറയും. എന്നാ നടന്നതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണെന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.